മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയം മങ്കേരിയിൽ സ്ഥിതി ചെയ്യുന്ന അറക്കൽ ശ്രീ രുധിര മഹാകാളി ക്ഷേത്രത്തിലെ വാർത്തയിലേക്കാണ് ആദ്യം എത്തുന്നത്. കാരണം ക്ഷേത്രഭൂമി വ്യാപകമായി കയ്യേറിയിരിക്കുന്നു. 282 ഏക്കറോളം ക്ഷേത്രഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 35 സെന്റിൽ മാത്രമാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. എത്രയധികം കയ്യേറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നോർക്കുക. ക്ഷേത്രഭൂമിയിൽ നിരവധി അനധികൃത കെട്ടിടങ്ങൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ വ്യാജ പട്ടയങ്ങൾ ഇപ്പോഴും വരുന്ന കയ്യേറ്റത്തിന്റെ കഥയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. ശിവദാസ് കർമ്മനം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, അവിടെയുള്ള പ്രദേശവാസികൾ ശിവദാസിനോട് ഈ വിഷയം തുടക്കത്തിൽ അവതരിപ്പിച്ചത് എങ്ങനെ, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ആദ്യം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്ക് സമീപം ഇരുമ്പിളിയത്തുള്ള മങ്കേരിയിലെ ഒരു ക്ഷേത്രഭൂമിയിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരു കയ്യേറ്റം നടന്നിരിക്കുന്നത്. അതായത് കുന്നിൻ പ്രദേശം പോലുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെതായിരുന്നു ഇതിനു ചുറ്റുമുള്ള കൂടുതൽ ഭൂമികളും, പ്രത്യേകിച്ച് 282 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഇത്തരത്തിൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. അതിൽ നിലവിൽ ഇപ്പോൾ 35 സെന്റ് മാത്രമാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളത്. ഒരു ശ്രീ രുധിര മഹാകാളി ക്ഷേത്രത്തിന്റെ ഭൂമി വ്യാപകമായി തന്നെ കയ്യേറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവിടെ വലിയ രീതിയിലുള്ള കയ്യേറ്റം നടക്കുന്നു. പ്രത്യേകിച്ച് 40 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കയ്യേറ്റം ഈ ക്ഷേത്രഭൂമിയോട് ചേർന്നുള്ള ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഇവിടെ പ്രത്യേകമായ ഒരു ക്ഷേത്ര കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് ഇത് തിരിച്ചു പിടിക്കാനുള്ള സജീവമായ ഒരു നീക്കം വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് തൊട്ടു മുൻപ് ഉള്ള വർഷങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള ഒരു കയ്യേറ്റം വ്യത്യസ്ത ആളുകൾ, സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ വ്യക്തികളും സ്വകാര്യ വ്യക്തികളും അടക്കം കയ്യേറിയിരിക്കുന്നത്. ഇവിടെ വീടുകൾ നിർമ്മിച്ച് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപന ഉടമകൾ സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കോളേജുകൾ അടക്കം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല കെട്ടിടങ്ങളും ക്വാറികൾ അടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യാപകമായ രീതിയിലുള്ള ഒരു കയ്യേറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസിൽ നിന്ന് അടക്കം രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ രേഖകളിലടക്കം കൃത്യമായി തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി എത്ര എന്ന് കൃത്യമായി തന്നെ തിരിച്ചു കാണിച്ചിട്ടുണ്ട്. 281.98 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രത്തിൻ്റെതെന്ന് കൃത്യമായി തന്നെ വില്ലേജ് ഓഫീസിന്റെ രേഖകളിൽ ഉണ്ട്. ഇരുമ്പിളിയം വില്ലേജ് ഓഫീസിലാണ് ഇത്തരത്തിലുള്ള രേഖകൾ കൃത്യമായി തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ രേഖകൾ ഇങ്ങനെ ഉണ്ടായിട്ട് പോലും വലിയ രീതിയിലുള്ള വ്യാപകമായ രീതിയിലുള്ള ഒരു കയ്യേറ്റം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് ഈ വിശ്വാസികൾ തന്നെ പറയുന്നത്. പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി വ്യാജ പട്ടയവും വ്യാജ ആധാരവും അടക്കം നിർമ്മിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം ഇവിടെ നടന്നത് എന്നാണ് പ്രധാനമായും ആരോപണം നിലനിൽക്കുന്നത്. ഇത് തിരിച്ചു പിടിക്കാനുള്ള സജീവമായ ഒരു ശ്രമമാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിൽ കേസ് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അടക്കം കേസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉള്ള കെട്ടിട നിർമ്മാണം നിർത്തിവെച്ചിട്ടുണ്ട്. സ്റ്റേ അടക്കമുള്ള നടപടികളിലേക്ക് കോടതിയും പോയിട്ടുണ്ട്. മറ്റു ഭൂമി കൂടി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ കുളം അടക്കം മറ്റ് സ്വകാര്യ വ്യക്തികളുടെ അധീനതയിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ പത്തായപ്പുര അടക്കം ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറി അവരുടെ കീഴിൽ ആക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായി ഒരു കയ്യേറ്റം ഇവിടെ നടന്നു. ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം നടന്നു. ശ്രീ രുധിര മഹാകാളി ക്ഷേത്രം ഇതൊരു ദേവീ ക്ഷേത്രം കൂടിയാണ്. മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ പൂജ നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ചെറിയ രീതിയിലുള്ള നവീകരണം ക്ഷേത്രത്തിന് വിശ്വാസികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു നവീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം കേസ് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം ഈ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നവീകരണം പോലും നടത്താൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് ഈ ഭാഗത്തുള്ള വിശ്വാസികൾ. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കൃത്യമായ രേഖകൾ ശേഖരിക്കുന്നതും അതോടൊപ്പം തന്നെ കേസ് നടപടികൾ അടക്കമുള്ള നിയമപരമായ പോരാട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ കടന്നത്. എന്തായാലും ഇപ്പോൾ വ്യാപകമായി ഈ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് വിശ്വാസികൾ. നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു. ഒരു വശത്ത് ഹൈക്കോടതിയിൽ അടക്കം കേസ് നൽകിയിട്ടുണ്ടെന്നാണല്ലോ ശിവദാസ് റിപ്പോർട്ട് ചെയ്തത്. ഇനി മറ്റ് എന്തൊക്കെ രീതിയിലാണ് അവരുടെ നീക്കം?
നിലവിൽ നിരവധി കെട്ടിടങ്ങൾ ഈ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെയാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വ്യത്യസ്ത സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ വീടുകളും അടക്കമുള്ള കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 40 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി ഭൂമി കയ്യേറി വ്യാജ പട്ടയം നിർമ്മിച്ച് വ്യാജ ആധാരം ഉണ്ടാക്കി ഇവിടെ കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഏകദേശം വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവിടെ ക്ഷേത്ര കമ്മിറ്റി സജീവമായി നിലവിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഒരു നടപടി, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ആ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കം നടത്തുന്നു. അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടങ്ങൾ ഇപ്പോൾ പൊളിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ അത് അവിടെ നിന്നും മാറ്റാനുള്ള ഒരു നീക്കമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ നിയമ പോരാട്ടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കീഴ്ക്കോടതിയിൽ പരാതി നൽകി, പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കേസ് ഉണ്ട്. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഹൈക്കോടതിയിലും കേസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ചില ഭൂമികൾക്ക് ചില കെട്ടിടങ്ങൾക്കും നിലവിൽ ഇപ്പോൾ സ്റ്റേ ഓർഡർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ ചില കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ കോറികളും ഇത്തരത്തിൽ കയ്യേറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കോറികളാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിലുള്ള കോറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കോറികൾ വീണ്ടും കൂടുതൽ കയ്യേറിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവിടെ അനധികൃതമായി കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശവാസികളോട് നമ്മൾ സംസാരിച്ചപ്പോഴും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഭൂമി ഇവിടെ നിന്നും കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു മാഫിയ തന്നെ ഉണ്ട്, സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ക്ഷേത്ര ഭൂമിയാണ്. മുൻപ് കാര്യമായ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാഫിയകൾ ഇവിടെ സജീവമായി ഭൂമി കയ്യേറാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിൽ തന്നെ കയ്യേറി ക്ഷേത്രം അടക്കം ഇല്ലാതാവുന്ന തരത്തിലുള്ള കയ്യേറ്റത്തിലേക്ക് എത്തിയപ്പോഴാണ് വിശ്വാസികൾ ഒന്നടങ്കം രംഗത്ത് വന്നതും പ്രത്യേകമായി കമ്മിറ്റി രൂപീകരിച്ച മീറ്റിങ്ങുകൾ കൃത്യമായി തന്നെ യോഗം ചേർന്ന് ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ചർച്ചകളും എല്ലാം തന്നെ ആരംഭിച്ചത്. അതിനുശേഷം ആദ്യഘട്ടമായാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ ശേഖരിക്കാനുള്ള നീക്കം ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം ചില സ്ഥലങ്ങളിൽ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിലും അടക്കം പരാതികൾ നൽകിയിരുന്നു, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരം പഞ്ചായത്ത് അധികൃതർ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് ഭാവിക്കാൻ അവർക്കാകില്ല. റവന്യൂ വകുപ്പ് തീർച്ചയായിട്ടും ഇത് അറിയേണ്ടതാണ്. വ്യാജ പട്ടയങ്ങൾ പോലും ഉപയോഗിച്ചാണല്ലോ ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റം വർഷങ്ങളായി തന്നെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കും കൈ കഴുകാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ മൗനാനുഭവത്തോടെ എങ്കിലും ഇതിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ ഭൂമിയാണ്. മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ക്ഷേത്രഭൂമി വ്യാപകമായി തന്നെ കയ്യേറിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഒരു ഒത്താശ ഇതിന് പിന്നിലുണ്ട്. കാരണം ക്ഷേത്രഭൂമി പലപ്പോഴും മുൻപ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. കൃത്യമായി തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹവും കൂടുതൽ സജീവമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും മുൻപത്തേക്കാൾ കൂടുതൽ സജീവമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഭൂമി മങ്കേരിയിലുള്ള ഈ ശ്രീ രുദ്ര മഹാകാളി ക്ഷേത്ര ഭൂമി കൂടി തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ക്ഷേത്രഭൂമി പരമാവധി പിടിച്ചെടുക്കുക എന്ന ഒരു നീക്കമാണ് ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് പ്രദേശവാസികളുടെ കൃത്യമായ സഹകരണം ലഭ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ഇതിനു പിന്നിൽ കൃത്യമായി തന്നെ ചില മാഫിയകൾ ഇതിനു പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് വലിയൊരു മാഫിയ തന്നെയാണ്. ഇത്തരത്തിൽ കോറി മാഫിയകൾ അടക്കം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ചില കോളേജുകൾ വരുന്നുണ്ട്, മറ്റു ചില സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് വ്യാജ ആധാരം നിർമ്മിച്ചും അല്ലെങ്കിൽ തുടരുക. ഇപ്പോൾ KP ശശികല ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താൻ. ടീച്ചർ, ഈ ക്ഷേത്രഭൂമി കയ്യേറ്റം നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മലപ്പുറത്ത് നിന്ന് വരുന്നത് ഏറ്റവും ഭയാനകമാണ്. കാരണം 282 ഏക്കർ സ്വന്തമായിരുന്ന ക്ഷേത്രത്തിലാണ് ഇപ്പോൾ 35 സെന്റ് മാത്രം അവശേഷിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ക്ഷേത്രഭൂമികൾ വ്യാപകമായി പല വിധത്തിൽ
നിയമങ്ങളുടെ പിൻബലത്തോടെ, ഇനി അതുമല്ലാതെ കയ്യേറ്റത്തിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ട സ്ഥലം കേരളമാണ്. അത് ലക്ഷക്കണക്കിന് ഹെക്ടറാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അത് നടക്കുന്നത് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതിൽ തന്നെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ ഉള്ളതിനേക്കാൾ വളരെ ഗൗരവമാണ് മലപ്പുറം ജില്ലയിലെ അവസ്ഥ. കാരണം അവിടെയുള്ള ക്ഷേത്രഭൂമികളൊക്കെ തന്നെ കയ്യേറി അതിന് പട്ടയം പതിച്ചു കൊടുക്കാൻ പോലെ അവിടുത്തെ ജില്ലാ ഭരണകൂടം തയ്യാറായി മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടു. ക്ഷേത്രഭൂമി കൈവശമുള്ളവർക്ക് പട്ടയത്തിന് വേണ്ടി അപേക്ഷിക്കാമെന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഉത്തരവ് വരെ അവർ കൊടുത്തു. അതായത് ഈ കയ്യേറ്റത്തെ അവര് നിയമം കൊണ്ട് സാധൂകരിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ക്ഷേത്രത്തിന് ഭൂമി സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുകയല്ല, മറിച്ച് ക്ഷേത്രത്തിനുള്ള ഭൂമി അതൊരു പാരമ്പര്യത്തിന്റെയും ഒരു സംസ്കാരത്തിന്റെയും തിരുശേഷിപ്പുകളാണ്. അത് അതേപോലെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഒരു ഭരണകൂടത്തിനുണ്ട്. ആ ഭരണകൂടം തന്നെ അതിനെ കയ്യേറാൻ വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുത്തതാണ് ഈ അറക്കൽ ക്ഷേത്രത്തിൽ അടക്കമെല്ലാം കാണുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലല്ല, മലപ്പുറം ജില്ലയിൽ ഇത്തരം വിഷയങ്ങൾ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഇതേ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു പത്ര കുടുംബത്തിന്റെ കയ്യിൽ 100 കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു നമുക്കറിയാം. ഒരുപാട് നിയമ പോരാട്ടങ്ങൾ അതിനുവേണ്ടി നടത്തേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോ ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ഒന്നുകൂടി അത് ഉണർന്ന് ചിന്തിച്ച് ക്ഷേത്രങ്ങളുടെ ഭൂമി അത് അളന്ന് തിട്ടപ്പെടുത്തുകയും അത് ക്ഷേത്രത്തിനായി തന്നെ തിരിച്ചിടുകയും ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് ഭക്തജനങ്ങളെ അനന്തമായ കേസിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡിന് പോലും താല്പര്യമില്ല. ദേവസ്വം ബോർഡിന് കേസ് കൊടുത്താൽ പോലും അത് ആത്മാർത്ഥമായി നടക്കണമെങ്കിൽ ഭക്തർ ആരെങ്കിലും അതിൽ കക്ഷി ചേർന്നുകൊണ്ട് അവർ പൈസ ഇലവാക്കിക്കൊണ്ട് ഭക്തജന സംഘടനകളോ ഹൈന്ദവ സംഘടനകളോ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ ഭൂമി വീണ്ടെടുക്കാൻ കഴിയുന്നുള്ളൂ. അതായത് ദേവസ്വം ബോർഡും കാട്ടിലെ മരം തേവരുടെയാണ് വലിയതാ വലിയ എന്ന് പറഞ്ഞാൽ അവരും അതിന് അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഈ പല കയ്യേറ്റങ്ങളും നടക്കുന്നത് എന്നതാണ് വാസ്തവം. അപ്പോ തീർച്ചയായും ഹൈന്ദവ സംഘടനകൾ ഇത് ഗൗരവമായി തന്നെ കാണുന്നു. നമുക്ക് ആകാവുന്നതിന്റെ അപ്പുറം ഈ വിഷയത്തിൽ കേസുമായി പ്രക്ഷോഭവുമായി ഒക്കെ നടക്കുന്നു. ഇന്നൊരു ക്ഷേത്രഭൂമിയിലാണെങ്കിൽ നാളെ മറ്റൊരു ക്ഷേത്രഭൂമിയിൽ ഇത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭക്തജന സംഘടനകളെ കേസിലേക്കും പ്രക്ഷോഭത്തിലേക്കും നയിക്കാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാകുള്ളൂ. തീർച്ചയായും ടീച്ചർ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം മലപ്പുറത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള വ്യാപക കയ്യേറ്റം നടത്തി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കേരള സമൂഹത്തിന്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നടങ്കം ഉത്തരം പറയാൻ കഴിയും എന്നതും വസ്തുതയാണ്. ആഴ്ചകൾക്ക് മുമ്പ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ നീതി അവിടെ തുല്യമല്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം പോലും തുല്യമല്ല എന്ന് നമ്മൾ വാദിച്ചിരുന്നു. അത് തന്നെയാണെന്ന് തെളിയുകയും ചെയ്യുകയാണ് അല്ലേ? കാരണം ഇത്തരം ധാരാളം അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ നിന്ന് അവസാനത്തെ ജൂതൻ പോലും കേരളത്തിൽ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് ജൂത ദേവാലയങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചു, അല്ലെങ്കിൽ അവരുടെ സമ്പത്തുകളെ, കാരണം അതൊരു സംസ്കൃതിയുടെ വിശേഷിപ്പുകളാണ് എന്ന നിലയ്ക്ക്. അപ്പൊ മലപ്പുറം ജില്ലയിൽ ഹിന്ദുവിന്റെ ജനസംഖ്യ സ്വല്പം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം ക്ഷേത്രഭൂമികളൊക്കെ കയ്യേറുകയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തന്നെ അന്യാധീനപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ജൂതന്മാരിവിടെ ഉണ്ടായിട്ടല്ല നമ്മളത് സംരക്ഷിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടതാണല്ലോ ഇത്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഹിന്ദുക്കളുണ്ട്, അവർ ആരാധന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് 14 ജില്ലയിലും ഇത്ര ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷേത്ര കാര്യങ്ങളിൽ താല്പര്യം മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കളാണെന്നുള്ളതാണ്. അവിടുത്തെ അമ്മമാർ ഇന്നും ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പങ്കെടുക്കുന്നു. അപ്പൊ അവർക്ക് ഇത്തരം ഒരു ഭൂമി സംരക്ഷിച്ചു കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ പൗരന്മാരുടെ ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിക്കാനല്ലേ ഭരണകൂടം ഉള്ളത്. അവിടെ അവർ പരാജയപ്പെടുന്നു എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ആർക്കൊക്കെയോ വേണ്ടി ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തജനങ്ങളെ വിൽക്കുന്നു എന്നതാണ് അവസ്ഥ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി കെ പി ശശീല ടീച്ചർ പ്രതികരിച്ചതിന്. ശിവദാസ് തുടരുകയാണ്. ശിവദാസിലേക്ക് വീണ്ടും. ശിവദാസ്, ടീച്ചർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ മലപ്പുറത്ത് നിന്ന് മാത്രം ഇത്രയധികം കയ്യേറ്റ വാർത്തകൾ, വ്യാപക കയ്യേറ്റം നടന്നതിൻ്റെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടും നിസ്സഹായ അവസ്ഥയിലാണോ കൈയൊഴിയുന്നത് ഭക്തരെ? അതോ യാദൃശികമല്ല എന്ന് പറയേണ്ടി വരുമോ? തീർച്ചയായും അനു സൂചിപ്പിച്ചത് പോലെ തന്നെ പലപ്പോഴും നിസ്സഹായമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭക്തർ ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി വ്യാപകമായ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ മലപ്പുറം ജില്ലയിൽ പല ഇടങ്ങളിലും ഉണ്ട്. നമ്മൾ തന്നെ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേങ്ങരയിലെ ഊരകമലയിലും അതോടൊപ്പം തന്നെ മറ്റ് തിരൂർ ഭാഗങ്ങളിലും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ, തിരുനാവായ ഭാഗങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്ഷേത്രഭൂമി കയ്യേറ്റം നമ്മൾ തന്നെ പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പോരാട്ടത്തിന് കൃത്യമായ ഭരണകൂടത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഖേദകരമായ
ഒരു വസ്തുത. പ്രത്യേകിച്ച് ഇടത് സർക്കാർ ഭരിക്കുമ്പോഴും UDF സർക്കാർ ഭരിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജ ആധാരം നിർമ്മിക്കുന്ന ആളുകൾക്ക് പിന്തുണ, അല്ലെങ്കിൽ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്ന ചില ഭരണകൂടങ്ങളാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിസ്സഹായ അവസ്ഥയിലാണ് പലപ്പോഴും ഈ വിശ്വാസികൾ ഉള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഇപ്പോഴും വ്യാപകമായി തുടരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ഈ അടുത്ത കാലത്തായി വിശ്വാസി സമൂഹം സജീവമായി തന്നെ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള നീക്കവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ഭരണകൂടത്തിൽ നിന്ന് കൃത്യമായ പിന്തുണ ലഭിക്കുന്നില്ലെങ്കിൽ അത് നിയമപരമായി പോരാടിക്കൊണ്ട് തന്നെ ആ കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള വിശദമായി തന്നെ ഈ വിഷയം കണ്ടതാണ്.